ഗുഡ് മോർണിംഗ്. സഹാരി റൈസ് പ്ലസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അക്കൗണ്ടൻസി ക്ലാസ്സിൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് ആണ് പഠിക്കേണ്ടത്. രണ്ട് പാർട്ടായിട്ടാണ് നമുക്കിത് പഠിക്കാൻ. ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഭാഗം പഠിക്കാം. രണ്ടാമത്തെ പാർട്ട് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ഫൈനൽ അക്കൗണ്ട്സ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പാർട്ണർഷിപ്പിൻ്റെയും കമ്പനിയുടെയും ഫൈനൽ അക്കൗണ്ട്സ് നമുക്ക് നമ്മുടെ സിലബസിൻ്റെ ഭാഗമല്ല. ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം, പക്ഷെ സിലബസിൻ്റെ ഭാഗമല്ല. സോൾ പ്രൊപ്രൈറ്ററുടെ, അതായത് ഒരാൾ നടത്തുന്ന ബിസിനസ്സിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതാണ് നമുക്ക് ഈ ഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ അക്കൗണ്ടൻസിയുടെ ബേസുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാവുന്ന ഭാഗമാണ്. ഓക്കെ, വലിയ ഡിസ്കഷൻ ഇല്ലാതെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, തയ്യാറല്ലേ? ശരി, നോക്കൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാൽ എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. Financial statement are the statements prepared by the business concerned at the end of the accounting year to find out the profit or loss from the business for the accounting year for that particular accounting year, and to ascertain the financial position of the business at the closing date. അപ്പോൾ നോക്കൂ, രണ്ട് കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തുള്ളത്. ഒന്ന്, ഒരു പീരീഡിലുള്ള, ഒരു അക്കൗണ്ടിങ് ഇയറിലുള്ള, നമ്മൾ ഏത് വർഷമാണോ എടുക്കുന്ന ആ അക്കൗണ്ടിങ് പീരീഡിലുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കണം. അക്കൗണ്ടിങ് പീരീഡിലുള്ള ഒരു ബിസിനസ്സിൻ്റെ ആ പർട്ടിക്കുലർ പീരീഡിലുള്ള ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞാൽ ആ പീരീഡിലുള്ള വരവും ചെലവും എഴുതി വയ്ക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും, ആദ്യത്തെ പാർട്ട്. സെക്കൻഡ് പാർട്ട്, ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന്, അതായത് അസറ്റും ലയബിലിറ്റീസും കൂടെ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട് അത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ നെറ്റായിട്ടുള്ള റിസൾട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എന്നാണ്. അപ്പോൾ രണ്ട് ഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഒരു ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഒന്ന്, ഒരു പീരീഡിലുള്ള മൊത്തം ചെലവും വരവും എടുത്ത് ആ പീരീഡിലെ മൊത്തം ലാഭവും നഷ്ടമാണ് കണ്ടുപിടിക്കുന്ന പർട്ടിക്കുലർ പീരീഡിലെ ഫിനാൻഷ്യൽ പൊസിഷൻ, പർട്ടിക്കുലർ ഡേറ്റ് എന്നാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന ആ ഡേറ്റിലുള്ള എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടിയാണ്. ഒരു കൊല്ലത്തേക്കുള്ള ചെലവും വരവും എടുത്ത് ആ കൊല്ലത്തേക്കുള്ള ലാഭമാണ് കണ്ടുപിടിക്കുക. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഡേറ്റ് ആണ്, എന്നാണ് തയ്യാറാക്കുന്ന. നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് 1 മുതൽ, അതായത് ജനുവരി ടു ഡിസംബർ ആണെങ്കിൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നത്. അതാണ് പർട്ടിക്കുലർ പീരീഡ്, 1 ഇയർ പീരീഡ്. 31/12 ഡിസംബർ മാസം 31-ാം തീയതിയുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ, ആ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ, അന്നുള്ള അസറ്റ്സും അന്നുള്ള ലയബിലിറ്റീസും താരതമ്യം ചെയ്ത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. സോ ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്ലിയർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓൾസോ കോൾഡ് ഫൈനൽ അക്കൗണ്ട്സ്. നമുക്ക് പൊതുവിൽ അതിനെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, സോൾ ട്രേഡർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. രണ്ട് ഭാഗമുണ്ടത്. ഇൻക്ലൂഡ് 2 പാർട്ട്, that is income statement. One is income statement, that is trading and profit and loss account എന്ന് പൊതുവിൽ പറയാം നമുക്ക്, or revenue account എന്ന് പറയാം. സെക്കൻഡ് ഈസ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, that is balance sheet. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ചേരുന്നതാണ് ഫൈനൽ അക്കൗണ്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ സോൾ ട്രേഡർ, that is income statement and പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ റവന്യൂ അക്കൗണ്ട്. പൊതുവിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, റവന്യൂ അക്കൗണ്ട് എന്ന് പറയും. അത് ഏത് സ്ഥാപനത്തിൻ്റെ ഇൻകം കണ്ടുപിടിക്കുന്നതിനും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പൊതുവിൽ റവന്യൂ അക്കൗണ്ട് എന്ന് പറയും. റവന്യൂ ഐറ്റംസ്, ചെലവും വരവും രേഖപ്പെടുത്താനുള്ള അക്കൗണ്ട്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ്. For what purpose income statement is prepared? To ascertain the profit or loss at the end of a given period. ഒരു നിശ്ചിത പീരീഡിൻ്റെ അവസാനം, ഏറ്റവും അവസാനം ഞാൻ നേരത്തെ പറഞ്ഞു,
ജനുവരി ടു ഡിസംബർ ആണെങ്കിൽ ഡിസംബർ മാസം 31-ാം തീയതി അത് പ്രിപ്പയർ ചെയ്യും. ആ പീരീഡിലുള്ള മൊത്തം ചെലവും വരവും രേഖപ്പെടുത്താനാണ്. ഓക്കെ. ഏപ്രിൽ ടു മാർച്ച് 31 ആണെങ്കിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ചെലവും വരവും രേഖപ്പെടുത്തി. എന്നിട്ട് മാർച്ച് 31-ാം തീയതി ആ പീരീഡിൻ്റെ അവസാനം പ്രിപ്പയർ ചെയ്യും. ഇറ്റ് ഇൻക്ലൂഡ്സ് 3 ഭാഗങ്ങൾ. ഒന്ന് മാനുഫാക്ചറിങ് അക്കൗണ്ട്, അത് എല്ലാ സ്ഥാപനത്തിലും ആവശ്യമില്ല. ഇഫ് ദർ ഈസ് എ മാനുഫാക്ചറിങ് ഡിവിഷൻ ഈസ് വർക്കിംഗ് ഇൻ എ പർട്ടിക്കുലർ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ദെൻ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് ടു ബി പ്രിപ്പയർഡ്. ഒരു പ്രൊഡക്ഷൻ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് എങ്കിൽ, മാനുഫാക്ചറിങ് ഡിവിഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാനുഫാക്ചറിങ് അക്കൗണ്ട് വേണം. ദെൻ ട്രേഡിംഗ് അക്കൗണ്ട്, സാധനം വിൽക്കുന്നത്, ഒന്നുകിൽ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാം അല്ലെങ്കിൽ സാധനം വാങ്ങി വിൽക്കാം. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ആദ്യം മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ട്രേഡിംഗ് കൺസേൺ ആണ്, സാധനം വാങ്ങി വിൽക്കുന്ന സ്ഥാപനമാണെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് നോട്ട് പ്രിപ്പയർഡ്. ഡയറക്റ്റ്ലി പ്രിപ്പയറിങ് ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അപ്പോൾ 3 ഭാഗം. സർവ്വസാധാരണമായുള്ള ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ 2 ഭാഗമേ ഉള്ളൂ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ദർ ഇസ് മാനുഫാക്ചറിംഗ് ആൻഡ് സെല്ലിംഗ് ഡിവിഷൻ, മാർക്കറ്റിംഗ് ഡിവിഷൻ, ദെൻ മാനുഫാക്ചറിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ. ദെൻ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്നും പറയും. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഗിവൺ ഡേറ്റ്. It is prepared on a particular date. Balance sheet is prepared, position statement is prepared on a particular date in order to find out the financial position of the business. What is the financial position? സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുക. It includes only one, that is balance sheet. ഓക്കെ. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓർ മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബാലൻസ് ഷീറ്റ്. ദെൻ മാനുഫാക്ചറിംഗ് അക്കൗണ്ട്. ഇത് സർവ്വസാധാരണ അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്? ഷോസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ആകെ എത്ര രൂപ ചിലവായി എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിൽ റോ മെറ്റീരിയൽ വേണം, ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം വേണം, ഡയറക്റ്റ് ലേബർ എല്ലാം വേണം. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഇതെല്ലാം കൂടി ചേർത്തതാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. എന്നിട്ട് അതിൽ വരുന്ന സ്ക്രാപ്പ് വിറ്റ് കിട്ടുന്നത് അതിൽ കുറയ്ക്കുകയും ചെയ്യും. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ്, ടോട്ടൽ കോസ്റ്റ് ഫോർ മാനുഫാക്ചറിങ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, അതിനെയാണ് അത് കാണിക്കുന്നതിന് വേണ്ടി, അത് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അക്കൗണ്ടാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. സോ ദിസ് അക്കൗണ്ട്, അതിനകത്ത് എന്ത് വരും? ഡെബിറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് മീൻസ് എത്ര രൂപയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചു എന്നുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കും? മെറ്റീരിയൽസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മെറ്റീരിയൽസിൻ്റെ ബാക്കി, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് പ്ലസ് purchases of raw materials minus closing stock of raw materials, that is cost of materials consumed. എത്ര മെറ്റീരിയൽ ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കുന്നത് ഈ വർഷം തുടക്കത്തിലുണ്ടായിരുന്ന മെറ്റീരിയലിൻ്റെ കൂടെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസിന് കൂടെ ഈ വർഷം അക്വയർ ചെയ്ത പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ ആഡ് ചെയ്യണം. ഓക്കെ. ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്, ബാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് കുറയ്ക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് കിട്ടും. പിന്നെ മാനുഫാക്ചറിങ് വേജസ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് ലേബർ, മാനുഫാക്ചറിങ് വേജസ് ആൻഡ് എക്സ്പെൻസസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഓൺ മാനുഫാക്ചർ. മാനുഫാക്ചറിന് വേണ്ടി ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും, ഫാക്ടറിയിൽ ഉണ്ടാകുന്ന മുഴുവൻ ചെലവുകളും അതിനകത്ത് വരും. ഈവൻ ഡിപ്രീസിയേഷൻ ഓഫ് ദി പ്ലാന്റ് ആൻഡ് മിഷനറി, ഫാക്ടറിയിലുള്ള ഡിപ്രീസിയേഷൻ ഉൾപ്പെടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത്, അതാണ് അതിൻ്റെ എക്സ്പെൻസ്. ഇനി എന്താണ് ആകെ ക്രെഡിറ്റ് വരുന്ന? ദ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് സെയിൽസ് വാല്യൂ ഓഫ് സ്ക്രാപ്പ് ഓർ ബൈ പ്രൊഡക്ട്സ്. സ്ക്രാപ്പ് വരും ചിലപ്പോൾ, ഉദാഹരണത്തിന് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഓയിൽ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബൈ പ്രൊഡക്റ്റാണ് എന്താണ്? പുണ്ണാക്കുണ്ടാക്കുക. ഓയിൽ, വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഓയിൽ മാനുഫാക്ചറിങ്, കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ബൈ പ്രൊഡക്റ്റ് എന്താണ്? പിണ്ണാക്കാണ്. അപ്പോൾ അത് വിറ്റ് കിട്ടുന്ന കാശ്. അല്ലെങ്കിൽ സ്ക്രാപ്പ്, ഏതെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന സ്ക്രാപ്പ് വേറെ ഏതെങ്കിലും സാധനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നു. ഇപ്പോൾ അലൂമിനിയം വ്യവസായമാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ ചെറിയ പൊടികൾ വരും, അത് സ്ക്രാപ്പായിട്ട് വരും, അത് വിറ്റാ വില കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രാപ്പോ അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റോ വിറ്റ് കിട്ടുന്നത് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ചിലവുകളെല്ലാം ഡെബിറ്റ് ചെയ്യും, വരവ് ക്രെഡിറ്റ് ചെയ്യും. തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ദ ബാലൻസ്
എന്ന് പറഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള വ്യത്യാസം. ദ ബാലൻസ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് എ particular product is transferred to the trading account. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് കഴിഞ്ഞാണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ട്രേഡിംഗ് അക്കൗണ്ട് എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ വരും. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യും. മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവും വരും. അപ്പോൾ ബൈ ട്രേഡിംഗ് അക്കൗണ്ട് ദ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്, ദെൻ എൻട്രി വിൽ ബി ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു മാനുഫാക്ചറിങ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ അത് രേഖപ്പെടുത്തും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അക്കൗണ്ടാണ്. അതിൽ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തത്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് മാനുഫാക്ചറിങ് ഓർ ഓൾസോ ഡെബിറ്റഡ് വിത്ത് മാനുഫാക്ചറിങ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് സെയിൽസ് വാല്യൂ ഓഫ് ദി സ്ക്രാപ്പ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. അത് രണ്ടും ക്രെഡിറ്റ് ചെയ്യും. തമ്മിലുള്ള വ്യത്യാസം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കഴിഞ്ഞ വർഷം വാങ്ങിയതിൽ ബാക്കി വന്നത് ഈ വർഷം തുടങ്ങിയ സമയത്ത് നമ്മുടെ കയ്യിൽ, പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. അങ്ങനെ റോ മെറ്റീരിയൽ വാങ്ങി കൊണ്ടുവരാനുള്ള എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അതാണ് പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ സാധനം കൊണ്ടുവരാനുള്ള ചിലവ്, അവിടെ വാങ്ങുമ്പോൾ അവിടുത്തെ കയറ്റുകൂലി, ഇവിടെ ഇറക്കുന്ന കൂലി, അതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കൂലി, അങ്ങനെ ഏതെങ്കിലും ഡ്യൂട്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ, റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഡ്യൂട്ടി, ഇതെല്ലാം പർച്ചേസസിൽ ആഡ് ചെയ്ത് എഴുതും. ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, ദാറ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. പ്രൈം കോസ്റ്റ് എന്നാൽ എന്ത്? മാനുഫാക്ചറിങ്ങിലാണ് പ്രൈം കോസ്റ്റ് ഉള്ളത്. എന്താണ്? മെറ്റീരിയലും ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടുന്നതാണ് ആകെ പ്രൈം കോസ്റ്റ് എന്ന് നമ്മൾ പറയുക. വാങ്ങുന്ന മെറ്റീരിയൽ, അതിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് ലേബർ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നും കൂടി കൂട്ടിയാൽ പ്രൈം കോസ്റ്റായി. അതിന് മാനുഫാക്ചറിങ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഒരു മാതൃകയാണ്, പെർഫോർമിയാണ് ഈ തന്നിരിക്കുന്നത്. നോക്കൂ, സാധാരണ അക്കൗണ്ട്, സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉള്ള ലെഡ്ജർ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, നേരത്തെ പറഞ്ഞു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ മാനുഫാക്ചറിങ് വേജസ് ആൻഡ് എക്സ്പെൻസസ്, അങ്ങനെയുള്ള എക്സ്പെൻസസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എല്ലാം എന്ത് ചെയ്യും? അതിന് ഡെബിറ്റ് ചെയ്യും. ദെൻ ടു ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറിയിലുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓവർഹെഡ് മീൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഫാക്ടറിയിലുള്ള ലൈറ്റിംഗ്, ഫാക്ടറി ഹീറ്റിംഗ്, ഫാക്ടറി വാട്ടർ ചാർജസ്, ഫാക്ടറി റെൻറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ, ഇങ്ങനെ തുടങ്ങിയുള്ള ഫാക്ടറിയിലുള്ള എല്ലാ ചിലവും, ഫാക്ടറി വർക്കേഴ്സിൻ്റെ വേജസ്, അതെല്ലാം ഇതിനകത്ത് വരും. ഫാക്ടറി ഓവർഹെഡ് എല്ലാം ഇതിനകത്ത് വരും. ക്രെഡിറ്റ് സൈഡ് നോക്കൂ, സെയിൽസ് വാല്യൂ ഓഫ് സ്ക്രാപ്പ് ഓർ ബൈ പ്രോഡക്ട്സ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എല്ലാം എഴുതി, ഡെബിറ്റ് സൈഡ് എമൗണ്ട് എഴുതി. ഡെബിറ്റ് സൈഡിലെ എമൗണ്ടിൽ നിന്ന് എല്ലാം കൂടെ കൂട്ടി ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കുറച്ചു. ബാക്കി വരുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഓക്കെ, ദെൻ ട്രേഡിംഗ് അക്കൗണ്ട്. ഇത് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ട്രേഡ് റിസൾട്ട് ഓഫ് ദി ബിസിനസ്. വാട്ട് ഈസ് ദ ട്രേഡ് റിസൾട്ട് ഓഫ് ദി ബിസിനസ്? ഇപ്പോൾ 1,00,000 രൂപയുടെ സാധനം 1,20,000 രൂപയ്ക്ക് വിറ്റു. 1,00,000 രൂപ വിലയുള്ള സാധനം 1,20,000 രൂപയ്ക്ക് വിറ്റു. ദാറ്റ് ഈസ് 20,000 rupees ഈസ് ദ ട്രേഡിംഗ് റിസൾട്ട്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രോസ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. Trading account is a nominal account prepared to find out the gross profit or gross loss over a given period. ആകെ ലാഭം കണ്ടുപിടിക്കാനാണ്. ഞാൻ പറഞ്ഞതുപോലെ 1,00,000 രൂപയുടെ സാധനം 1,20,000 രൂപയ്ക്ക് വിറ്റാൽ 20,000 രൂപ ആകെ ലാഭം. ഈ ലാഭത്തിൽ ഇനി മറ്റ് ചിലവുകളുണ്ട്, ഓഫീസിലെ മറ്റ് ചിലവുകൾ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. അതും കൂടി കുറച്ചാലേ യഥാർത്ഥ ലാഭമാവും. അപ്പോൾ ആകെ ലാഭം, അതായത് എത്ര രൂപ വിലയുള്ള സാധനമാണ് വിറ്റത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം, സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള വ്യത്യാസം. എത്ര രൂപ വിലയുള്ള സാധനമാണ്, എത്ര രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ആകെ വിറ്റ് കിട്ടിയ തുകയിൽ നിന്ന് അതിൻ്റെ കോസ്റ്റ്, ആ വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് കൂടുതലും കോസ്റ്റ് കുറവും. ഗ്രോസ് ലോസ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് കൂടുതലും സെയിൽസ് കുറവ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഈസ് ഫൈൻഡ് ഔട്ട് ബൈ ഡിഡക്റ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം സെയിൽസ്. നമ്മൾ പറഞ്ഞല്ലോ, സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ കിട്ടുന്നതാണ് എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്.
കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കൂടുതൽ വരുന്നത് എക്സസ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഓവർ സെയിൽസ് ഈസ് ഗ്രോസ് ലോസ്, എക്സസ് ഓഫ് സെയിൽസ് ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് സമം നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഗ്രോസ് ലോസ് ആണെങ്കിൽ കൂടുതൽ ഏതായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആയിരിക്കും. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ നഷ്ടം, അത്രയേ ഉള്ളൂ കാര്യം. വിറ്റ് വരവ് കൂടുതലെങ്കിൽ ലാഭം, വിറ്റ് വരവ് കുറവും, കോസ്റ്റ് കൂടുതലുമെങ്കിൽ നഷ്ടം. അതാണ് ഗ്രോസ് ലോസ്. അത്രയേ ഉള്ളൂ, സാധാരണ സിമ്പിൾ. ദെൻ ട്രേഡിംഗ് അക്കൗണ്ട്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ആകെ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറയ്ക്കാം. ആകെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ആണ്. സെയിൽസ് റിട്ടേൺസ് വരുന്നത് റിലേറ്റഡ് വിത്ത് ക്രെഡിറ്റ് സെയിൽസ് ഓൺലി. അതുകൂടി ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കിക്കൊള്ളണം. ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. Then net sales means total sales minus sales returns or cash sales plus net credit sales എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്യാഷ് സെയിൽസ് പ്ലസ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്, അതാണ് നെറ്റ് സെയിൽസ്. ഓക്കെ. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കുന്ന? വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്, കഴിഞ്ഞ വർഷം ബാക്കി ഉണ്ടായിരുന്ന സാധനം, ഓപ്പണിംഗ് സ്റ്റോക്ക് എല്ലാം കൂടി കൂട്ടും. നമുക്ക് നോക്കാം ഓപ്പണിംഗ് സ്റ്റോക്ക് എല്ലാം കൂടി കൂട്ടിയെടുക്കുന്ന എത്ര. ഓപ്പണിംഗ് സ്റ്റോക്ക് എല്ലാം കൂടി കൂട്ടിയാൽ നോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 പ്ലസ് പർച്ചേസസ് 1,00,000. ഓക്കെ. പർച്ചേസ് ഒരു നെറ്റ് പർച്ചേസ് മീൻസ് വാട്ട് ഈസ് നെറ്റ് പർച്ചേസസ്? നെറ്റ് പർച്ചേസസ് ഈസ് പർച്ചേസസ് ലെസ് റിട്ടേൺസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഇതെല്ലാം കൂടി ചേർത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് 5,000 രൂപ ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ 1,15,000 1,10,15,000 rupees മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് 8,000 രൂപ കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ 1,07,000 രൂപ. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. ഓക്കെ. ഇനി നോക്കൂ, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. അങ്ങനെയും വരാം. അതായത് നെറ്റ് സെയിൽസ് നോക്കൂ, നെറ്റ് സെയിൽസ് ഇതെല്ലാം കൂടി 1,50,000 രൂപയ്ക്ക്, അല്ല 1,50,000 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കുക. 1,50,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 1,50,000 നിന്ന് 1,07,000 കുറച്ചാൽ എന്താണ്? പ്രോഫിറ്റ് ഈസ് 43,000 rupees. ഓക്കെ. പ്രോഫിറ്റ് ഈസ് 43,000 rupees എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നെറ്റ് സെയിൽ ഇനി നമ്മൾ പറയുന്നു. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് 43,000 rupees. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്താണ്? സെയിൽസ് 1,50,000 നിന്ന് 43,000 കുറച്ചാൽ 1,50,000 നെറ്റ് സെയിൽസ്. അതിൽ നിന്ന് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് 43,000 കുറച്ചാൽ 1,07,000. അതാണ് പറഞ്ഞത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. നേരത്തെ പറഞ്ഞിട്ടുള്ളത് നെറ്റ് സെയിൽസ് ആദ്യത്തെ ഹെഡിൽ പറഞ്ഞു നമ്മൾ. നെറ്റ് സെയിൽസ് സമം കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പ്ലസ്, അതായത് 1,07,000 പ്ലസ് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് 43,000. അപ്പോൾ 1,50,000. ഓക്കെ. അപ്പോൾ നെറ്റ് സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് ഗ്രോസ് ലോസ്. ഗ്രോസ് ലോസ് ആണെങ്കിൽ സോൾഡ് സെയിൽസിനേക്കാൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയുന്ന ഗ്രോസ് ലോസ് ആണെങ്കിൽ നഷ്ടം വരും. അപ്പോൾ സെയിൽസ് കുറഞ്ഞിരിക്കും, കോസ്റ്റിനേക്കാൾ സെയിൽസ് കുറഞ്ഞിരിക്കും. അപ്പോൾ നഷ്ടം കുറയ്ക്കണം എന്നർത്ഥം. അതാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം.